IFFK എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഇന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. നമ്മുടെ യുണീക്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ അവെയർ ആയിട്ടുള്ള അസാമാന്യ സിനിമ സാക്ഷരതയുള്ള ലോക സിനിമ കണ്ടിട്ടുള്ള ഒരു ഓഡിയൻസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഈ സ്പേസ് ഒരു ഫ്രീ സ്പീച്ച് സ്പേസാണ്. ഈ സ്പേസിൽ ഇന്ന് ഇന്ത്യയിലെ അവസാനത്തെ ഒരു സ്ഥലം എന്ന് പറയാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലും യുണീക്കായിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണിത്. ഇതൊരു ഫിലിം മേക്കേഴ്സ് ഫെസ്റ്റിവലാണ്. ഫിലിം മേക്കേഴ്സിനെ ആഘോഷിക്കുന്ന, സിനിമയെ ആഘോഷിക്കുന്ന, സിനിമ ഒരു ഫൈൻ ആർട്ട് എന്ന നിലയിൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇടമാണ്. ആ ഇടം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സീക്രഡ് ആയിട്ടുള്ള ഒരു ഇടമാണ്. അത് റിയലി ആ വേർഡ് സീക്രഡ് എന്ന് തന്നെ എനിക്ക് യൂസ് ചെയ്യേണ്ടി. സോ വി ആർ എ സീക്രഡ് സ്പേസ്. സെൻസർഷിപ്പ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി റോങ് ആയിട്ടുള്ള ഐഡിയ ആണ്. അതൊരു ഫാസിസ്റ്റിക് ഇൻ നേച്ചർ. ഇന്ത്യയിലെ സെൻസർഷിപ്പിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളെ നാണം കെടുത്തി കളയുന്ന തരത്തിലുള്ള കൊളോണിയൽ വിധേയത്വത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. 1918 ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ ഡ്രക്കോണിയൻ ആക്ട്. ഇന്ത്യയിലെ വർക്കുകൾ, ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെല്ലാവരും ശിശുക്കളാണെന്നും അവർക്കൊന്നും വിവരമില്ലാത്ത ഇംബസൽസ് ആളുകളാണ്. അപ്പോൾ അവർക്ക് കാണേണ്ട സാധനം കൊളോണിയൽ മാസ്റ്ററായ വൈറ്റ് മാൻ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഐഡിയ എന്നാണ് വരുന്നത്. സത്യത്തിൽ ടാസിറ്റ്ലി ദേ വാണ്ട് ടു ലുക്ക് ദ സബ് ടെക്സ്റ്റ് ഓഫ് ദ പുരാണ ഫിലിംസ്. ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഫിലിംസിൻ്റെ സബ് ടെക്സ്റ്റും അതിൻ്റെ പൊളിറ്റിക്സും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിതുണ്ടാക്കിയത്. 1921 ഭക്തവിദുർ എന്ന് പറഞ്ഞ ആദ്യത്തെ സിനിമ നിരോധിക്കുന്നത്. അതിലെ വിദുരൻ്റെ കഥാപാത്രത്തിന് ഗാന്ധിയുടെ ചായലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ നിരോധിച്ചത്. പിന്നെ 1935 ത്യാഗഭൂമി, അത് സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് അത് നിരോധിച്ചിട്ട്. അങ്ങനെ ഒരു കൊളോണിയൽ ടൂൾ ഓഫ് ഓപ്പറേഷനായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ടിനെ 1948 നെഹ്റുവിനെ പോലുള്ള വളരെ സെക്യുലറെന്നും ലിബറലെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഗ്രാബ് ചെയ്തിട്ട് അതേ സാധനം തന്നെ 1952 സിനിമാറ്റോഗ്രാഫ് ആക്ടാക്കി റീഡിഫൈൻ ചെയ്തു. ദ സെയിം കൊളോണിയൽ മാസ്റ്ററുടെ വൈറ്റ് മാൻസിൻ്റെ ആ ആറ്റിറ്റ്യൂഡാണ് ആസ് എ പ്രൈം മിനിസ്റ്റർ നെഹ്റു വാസ് ഡൂയിങ്. ആൻഡ് നെഹ്റു വാസ് a clear fascist in that sense. നെഹ്റു ബാൻഡ് ഒബ്രിമേനോസ് 2 days of രാമായണ വേറെ ആരുമല്ല ചെയ്തത്. ജനാധിപത്യ സമൂഹത്തിൽ വളരെ അശ്ലീലമായ ഒരു പദ്ധതിയാണ് ഒരു സർക്കാർ ബോഡി ഒരു ആർട്ടിസ്റ്റിക് പീസിൽ എഡിറ്റോറിയൽ ഇൻ്റർവെൻഷൻ നടത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ